ഫിഷറീസിൽ നിന്നും ഇന്ന് കിട്ടിയ വരാലിന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഫാമിലുള്ള പടുതാക്കുളത്തിൽ ഇടുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ഏകദേശം 2 സെന്റുള്ള പടുതാക്കുളമാണ് ഞങ്ങളുടെ ഫാമിലുള്ളത്. പ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഫിഷറീസിന്റെ സഹായത്തോടെ നിർമ്മിച്ച പടുതാക്കുളമാണിത്. ഈ കുളം നിർമ്മിച്ചതിന് ശേഷം ഓരോ വർഷവും ഫിഷറീസ് ഇതിനുള്ള മീൻ കുഞ്ഞുങ്ങളെ തരുന്നുണ്ട്. ആദ്യം ഞങ്ങൾ ചെയ്തത് വാളയായിരുന്നു, ആസാം വാള. അതിനുശേഷം അനാബസ് എന്ന മീൻ ചെയ്തു. ശേഷം 2 തവണയായിട്ട് വരാലാണ് ചെയ്തത്. ഇപ്പൊ വീണ്ടും ഈ വർഷം വരാലിന്റെ കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾക്ക് ഈ പടുതയിൽ ഇടാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. 5ാമത്തെ വർഷമാണ് ഈ കുളം കെട്ടിയിട്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 550 GSM ഷീറ്റാണ്. അപ്പൊ ഇതിന് ഇതുവരെ ഒരു ഡാമേജ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലം ആയതുകൊണ്ട് ഷീറ്റ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ ഭാഗത്തോട് നമ്മൾ ചെയ്തിട്ട് നല്ല രീതിയിൽ നെറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. മീൻ കുഞ്ഞുങ്ങളും മറ്റും കൊക്ക് അതുപോലെ തന്നെ നീർക്കാക്കയൊന്നും തൊട്ടടുത്ത് പുഴ ആയതുകൊണ്ട് അവിടെ നീർക്കാക്കയൊക്കെ വന്നിട്ട് ഇതുപോലെ മീനുകളൊന്നും പിടിച്ചു പോകും. അതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ നെറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. പിന്നെ കുളത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ വർഷവും അതിന്റെ സൈഡും മറ്റു ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ കുളമൊക്കെ നല്ല രീതിയിൽ കൂടുതൽ വർഷം കിട്ടുകയുള്ളൂ. ചില ആളുകൾക്കൊക്കെ കർഷകർക്കൊക്കെ കുളങ്ങളൊക്കെ ഇതുപോലെ നശിച്ചു പോയിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന്റെ സൈഡിലൂടെയൊക്കെ എലികളും മറ്റൊക്കെ വന്നത് ഇതിന്റെ ഷീറ്റ് കീറാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിന്റെ ചുറ്റുഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കണം. ഞങ്ങൾ പിന്നെ എല്ലാ വർഷവും മത്സ്യകൃഷി ചെയ്തു വരുന്നത് കൊണ്ട് കുളം എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് മീൻ കുഞ്ഞുങ്ങളുടെ സീഡ് നമുക്ക് തരാറുള്ളത്. എന്നാൽ കഴിഞ്ഞ 2024 സെപ്റ്റംബറിൽ നമുക്ക് കിട്ടിയില്ല. ആ മീൻ കുഞ്ഞാണ് ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം തന്നിട്ടുള്ളത്. 3ാമത്തെ തവണയാണ് ഈ പടുതയിൽ നമ്മൾ വരാലിടുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. നമ്മൾ വരാലായതുകൊണ്ട് ഒരു ബക്കറ്റ് ഇതുപോലെ തന്നെ ഒരു തുണി ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. വരാൽ നല്ലവണ്ണം ചാടുന്ന മീനാണ്. നമുക്കത് അയച്ചെടുത്ത് കാണിച്ചു തരാം. ഇന്ന് രാവിലെ നമ്മൾ ഫിഷറീസിൽ പോയിട്ട് കൊണ്ടുവന്ന കുഞ്ഞുങ്ങളാണിത്. ഇതാണ് വരാലിന്റെ കുഞ്ഞുങ്ങൾ. അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെയാണ് കിട്ടിയത്. ഏകദേശം ഒക്കെ ഒരേ സൈസ് ഉണ്ട്. വരാലിന്റെ പ്രത്യേകത ചില തരുന്ന സമയത്ത് വലിയ കുഞ്ഞുങ്ങളും ചെറുതും ഉണ്ടാവും. ഈ വലിയ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളർന്നിട്ട് മറ്റു മീനുകൾ അറ്റാക്ക് ചെയ്യും. ആ ഒരു ഇതുള്ളതുകൊണ്ട് ഇപ്രാവശ്യം കിട്ടിയത് ഏകദേശം ഒക്കെ സെയിമായ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നല്ല സീഡാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ഈ സീഡുകളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ് ഫിഷറീസ് തരുന്നത്. ഏകദേശം 700 കുഞ്ഞുങ്ങളെയാണ് ഇന്ന് തന്നിട്ടുള്ളത്. ഫിഷറീസ് ഈ കുഞ്ഞുങ്ങൾ വരുന്നതും അതുപോലെ തന്നെ ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നത് ഓരോ പഞ്ചായത്തിലും പ്രൊമോട്ടർമാരുണ്ട്. ആ പ്രൊമോട്ടർമാർ വഴിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്. നമ്മൾ പഞ്ചായത്തിലെ പ്രൊമോട്ടേഴ്സ് നല്ല സപ്പോർട്ടാണ് ഞങ്ങൾ കർഷകർക്ക്. വരുന്ന കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ സീഡ് വന്നാൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ വന്നാൽ ഞങ്ങൾക്ക് അതിന്റെ കറക്റ്റ് എണ്ണം കറക്റ്റൊക്കെ ആക്കി തരാനൊക്കെ പ്രൊമോട്ടർമാർ നല്ല രീതിയിൽ സഹായം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കർഷകർക്ക് ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നത്. ഞങ്ങളുടെ പടുതയിൽ ആദ്യത്തെ 2 വർഷം മീൻ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഏകദേശം 20% പൈസ ഞങ്ങൾ അടച്ചിരുന്നു. ബാക്കി 80% അടുത്തായിരുന്നു സബ്സിഡി. എന്നാൽ ഇപ്പോൾ ഇങ്ങോട്ട് ഏകദേശം മുഴുവൻ സബ്സിഡിയിലാണ് മീൻ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തരുന്നത്. കുഞ്ഞുങ്ങൾക്ക് പുറമെ ഓരോ വർഷവും നമുക്ക് ചിലവാകുന്ന തീറ്റയുടെ 40% സബ്സിഡി ആയിട്ട് തരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഏകദേശം നല്ല രീതിയിൽ മത്സ്യകൃഷി ലാഭകരമായി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഓരോ മാസം ഒരു 3 മാസത്തെ ബില്ല് ഒരുമിച്ചാണ് നമ്മൾ ഫിഷറീസിൽ കൊടുക്കുന്നത്. അത് പ്രൊമോട്ടർമാർ വഴി ഫിഷറീസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത ബില്ലിന്റെ 40%, അങ്ങനെ മൊത്തം ഒരു വർഷം ചെലവാകുന്ന തീറ്റയുടെ 40%-ഓളം ഫീഡ് സബ്സിഡി ആയിട്ടും ഞങ്ങൾക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് ഇടുന്നതിന് മുന്നായിട്ട് നമ്മൾ പൊട്ടാസ്യം പെർമാനേറ്റിൽ ഒന്ന് മുക്കിയിട്ട് വേണം ഇടാൻ. അപ്പോൾ കുറച്ച് പൊട്ടാസ്യം പെർമാനേറ്റ് ഇടുക. നൈസായിട്ട് മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ പൊട്ടാസ്യം പെർമാനേറ്റ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ കുളത്തിലോട്ട് ഇടാൻ. കുറച്ച് നേരം മാത്രം വെക്കുള്ളൂ. വരാലിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ മാറിയാലും അതുപോലെ തന്നെ പെട്ടെന്ന് വന്ന ചേഞ്ചസ് വന്നാലൊക്കെ വേഗം ഒരു ഫംഗസ് വരാറുണ്ട്. ഞങ്ങൾ ചെയ്ത എല്ലാ വർഷവും ഞങ്ങൾക്ക് ഫംഗസ് വന്നിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി മറ്റു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് മാറ്റിയെടുത്താണ് ചെയ്തിട്ടുള്ളത്. കുമ്മായം കുറച്ച് ഇട്ടിട്ടൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നല്ല ചാടുന്നുണ്ട് വരാൽ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പൊട്ടാസ്യം പെർമാനേറ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മൾ കുളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയും സീഡ് ആദ്യം എടുത്തിട്ടുണ്ട്. നല്ല ഗ്രോത്തുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഇതിനെ കുറച്ച് നേരം ഒന്ന് പൊട്ടാസ്യം പെർമാനേറ്റ് എല്ലാ മീനുകളും ഒന്ന് മുങ്ങുന്ന രീതിയിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇനി കുളത്തിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ വാട്ടറിന്റെ ടെമ്പറേച്ചറൊക്കെ ഏകദേശം ക്ലിയർ ആക്കിയിരുന്നു. ഇനി ഇവർ ഇതുപോലെ കുളത്തിലേക്ക് വിട്ടു കൊടുക്കുക.
ഏകദേശം 700 കുഞ്ഞുങ്ങളാണ് ഇന്ന് നമുക്ക് ഫിഷറീസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് നേരമൊക്കെ പൊട്ടാസ്യം പെർമാനേറ്റ് വെക്കുന്നത് കുറച്ച് നല്ലതാണ്. കൂടുതൽ സമയം വെക്കരുത് പൊട്ടാസ്യം പെർമാനേറ്റിൽ. എല്ലാത്തിനും അസുഖം കണ്ടു തുടങ്ങുന്നത് പെട്ടെന്നൊന്നുമില്ല. ഒരാഴ്ചക്ക് ശേഷമാണ് ഇവർക്ക് ഇനി ടെമ്പറേച്ചറൊക്കെ വന്ന വേരിയേഷൻ ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ അസുഖങ്ങൾ കണ്ടു തുടങ്ങുന്നത് ഒരാഴ്ചക്ക് ശേഷമായിരിക്കും. ഒരാഴ്ച വരെ നമുക്ക് വലിയ രീതിയിൽ കുഴപ്പങ്ങളോ വലിയ അധികം ഡെത്ത് ഒന്നും വരില്ല. അതിനുശേഷമാണ് അസുഖങ്ങൾ. ഇതിന് മെയിനായിട്ട് വരുന്നത് മുറിവാണ്. ഒരു ഫംഗൽ പോലത്തെ ഒരു മുറിവ് ശരീരത്തിൽ ഇങ്ങനെ വന്നിട്ട് അത് കൂടുതലായി വന്ന് മീൻ ചത്തുപോവാണ് ചെയ്യാറ്. ഞങ്ങൾ ചെയ്ത ഓരോ വർഷവും വരാൽ ചെയ്ത സമയത്തൊക്കെ ഈ അസുഖം വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ആയിട്ടുള്ള മീൻ കുഞ്ഞുങ്ങളാണ്. ഇവരെയും കൂടെ മുക്കിയിട്ട് നമുക്ക് പടുതയിലോട്ട് ഇടാം. കുറച്ചെണ്ണം അതിൽ ചാടിപ്പോയതുണ്ട്, അത് ഇവരിട്ടതിന് ശേഷം അതിൽ നിന്ന് എടുക്കും. ഇവരെയും കൂടെ പടുതയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും ഇവർക്ക് അസുഖം ചില സമയത്ത് വരാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, 2 തവണ നമുക്ക് വരാൽ ചെയ്തപ്പോഴും ഫംഗസ് വന്നിരുന്നു. പിന്നെ ഇവരെ കാര്യങ്ങളൊക്കെ ഒരാഴ്ചക്ക് ശേഷമേ കൃത്യമായിട്ട് അറിയുകയുള്ളൂ. ഇപ്പം കുഴപ്പമൊന്നും കാണുന്നില്ല. എല്ലാ കുഞ്ഞുങ്ങളും നമ്മളെ മുകൾ ഭാഗത്തായിട്ട് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ നമ്മൾ പെട്ട കുഞ്ഞുങ്ങളുണ്ട്. ഇതൊക്കെ വരാലിന്റെ കുഞ്ഞുങ്ങളാണ്. ഇവരൊന്ന് ഈ കുളത്തിലോട്ട് റെഡിയായി വരണം. അതൊരു പൊതുവെ വരാല് വെള്ളത്തിന് മുകളിൽ തട്ടിൽ മാത്രം നിൽക്കുന്ന മീനാണ്. അപ്പം എല്ലാവരും ഇതുപോലെ മുകളിലോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഏകദേശം ഈ സൈഡിലൊക്കെ വരാലാണ്. പൊട്ടാസ്യം പെർമാനേറ്റിൽ മുക്കിയ സമയത്ത് 1-2 വരാലുകൾ ഇതിൽ ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവരെ ഇതിൽ നിന്ന് എടുക്കാം. കുറച്ച് സമയം ഇതിൽ കിടന്നു വെച്ച് വരാലായതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. എന്നാലും ഇതിലുള്ള വരാലുകൾ നമുക്ക് അങ്ങോട്ട് ഇടണം. നമ്മൾ നെറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഒരു 4-5 വരാലുകൾ ഇതിലുണ്ടായിരുന്നു. അവരെയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ 700-ഉം 1000 ഒക്കെ മീൻ കുഞ്ഞുങ്ങൾ ഇട്ടാലും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു പകുതിയിൽ കുറച്ച് കൂടുതലുണ്ടാവും. ഏകദേശം ഒരു പകുതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ചില സമയത്തൊക്കെ പകുതിയിലും കൂടുതലായിട്ട് കുറച്ച് കൂടുതലായിട്ട് മീൻ കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. ഇട്ട എല്ലാ കുഞ്ഞുങ്ങളെയൊന്നും നമുക്ക് വിളവെടുപ്പ് സമയത്ത് കിട്ടില്ല. ഏകദേശം 1000 എണ്ണം ഇട്ടാൽ ഒരു 600 കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ മാത്രമേ നമുക്ക് വലിയ മീനായിട്ട് കിട്ടുകയുള്ളൂ. അത് ഏത് മീൻ ഇട്ടാലും നമുക്ക് കിട്ടുന്നത് അങ്ങനെ തന്നെയാണ്. മീൻ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ ആദ്യം നമ്മൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ക്ലിയർ ആക്കുക. അതിനുശേഷം കുഞ്ഞുങ്ങളെ ഇതുപോലെ പൊട്ടാസ്യം പെർമാനേറ്റ് ഇട്ടിട്ട് മുക്കിയതിന് ശേഷം കുളത്തിലോട്ട് ഇടുക. ഈ കാര്യങ്ങളാണ് ആദ്യം തന്നെ മീൻ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ഇവർക്ക് ഫീഡൊന്നും കൊടുക്കുന്നില്ല. 1-2 ദിവസം നമ്മൾ കുളത്തിലോട്ടൊന്ന് ഇണങ്ങിയതിന് ശേഷമാണ് ഇവർ ഫീഡ് എടുക്കാൻ വരാറുള്ളൂ. അതിനുശേഷമാണ് ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മീൻ കുഞ്ഞുങ്ങളെ കിട്ടിയ ഉടനെ തന്നെ ഒരു കർഷകർ എല്ലാവരും ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് കുളത്തിലിട്ട മീൻ കുഞ്ഞുങ്ങളെ ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം പ്രൊമോട്ടേഴ്സ് വന്ന് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഇതിന്റെ വളർച്ച എങ്ങനെയുണ്ട്, മീൻ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് കിട്ടുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രൊമോട്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ ഫീൽഡിൽ വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കൊണ്ടും പിന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കൊണ്ടും നല്ല രീതിയിൽ ഇവരെ വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. വളർച്ചയിൽ വല്ല വ്യത്യാസമുണ്ടെങ്കിലും കൊടുക്കേണ്ട ഫീഡിന്റെ കാര്യങ്ങളും എല്ലാം പ്രൊമോട്ടേഴ്സ് ഞങ്ങളോട് വന്ന് അന്വേഷിക്കാറുണ്ട്. പിന്നെ ഇതിന് കൂടെ തന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ട അതിന്റെ ആനുകൂല്യങ്ങളെല്ലാം അവർ ഞങ്ങളെ കൂടെ നിന്ന് തന്നെ വാങ്ങിച്ചു തരുന്നുണ്ട്. ആദ്യ കാലങ്ങളിൽ ഉള്ളതിനേക്കാളും കൂടുതൽ മത്സ്യകൃഷി ഇപ്പോൾ വയനാട്ടിലുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ഫിഷറീസിന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ് വയനാട്ടിലെ കർഷകർക്ക്. നല്ല രീതിയിൽ സബ്സിഡിയും അതുപോലെ തന്നെ ഗവൺമെന്റ് നല്ലൊരു ഫണ്ട് മത്സ്യകൃഷിക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇതെല്ലാം കിട്ടുന്നത് കൊണ്ട് വയനാട്ടിൽ ഇപ്പോൾ കൂടുതൽ മത്സ്യ കർഷകർ വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇട്ട് വരാലിന്റെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയും തുടർന്നുള്ള വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്.